വെൽക്കം സ്റ്റുഡൻസ്. റിയൽ അനാലിസിസിൻ്റെ മറ്റൊരു ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് തിയറി ആരംഭിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. രണ്ട് സെറ്റ്സുകൾ എങ്ങനെ റിലേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ്. ഒരു സെറ്റ്, രണ്ട് സെറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി എങ്കിൽ ഓരോ സെറ്റിൽ നിന്നും ഓരോ എലമെൻറ്റ് വീതം എടുക്കുക, അവയെ ചേർത്ത് വെച്ച് ഈ തരത്തിലൊരു ഓർഡേർഡ് പെയർ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻസിനെ റിലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധാരണ ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിംപ്ലി ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദാറ്റ് സെറ്റ്സ്. അപ്പോൾ എ ക്രോസ് ബി എടുക്കണോ ബി ക്രോസ് എ എടുക്കണോ, രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. ഓർഡേർഡ് പെയേഴ്സിൽ ഓർഡറിങ് ഉണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് മാറി അവിടെ സെക്കൻഡ് എലമെൻറ്റ് എഴുതിയാൽ അവ ഒരിക്കലും ഈക്വൽ അല്ല. ദാറ്റ് ഈസ് ഓർഡേർഡ് പെയർ എക്സ് വൈ ഈസ് നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ വൈ എക്സ്. അപ്പോൾ റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, ആൻഡ് ദ റിലേഷൻ ഈസ് ഫ്രം ബി ടു എ, ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് എ. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ് എ റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ. അങ്ങനെ റിലേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചില റിലേഷൻസിനെയൊക്കെ നമുക്ക് ഫങ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷൻ ഈസ് ഓൾസോ എ റിലേഷൻ, ബട്ട് all relations are not a function, but the converse is true. That is every function is a relation. അപ്പോൾ ഫങ്ഷനും റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? റിലേഷൻ അലൗസ് ദി ഫസ്റ്റ് എലമെൻറ്റ് എക്സ് ടു റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ സെറ്റിൽ നിന്ന് എടുക്കുന്ന എലമെൻറ്റുകളെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഉള്ള സ്വാതന്ത്ര്യം റിലേഷനിലുണ്ട്, എന്നാൽ ഫങ്ഷനിലില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സിൻ്റെ ഇമാജ് വൈ ആവുമ്പോഴാണല്ലോ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ എക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഫങ്ഷന് എക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് ഒരു പ്രാവശ്യം മാത്രമേ വരാവൂ എന്ന് പറഞ്ഞാൽ എക്സിന്, അതായത് ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റുകൾക്ക് ഒരേ ഒരു യുണീക്ക് ഇമാജ് വരുമ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷനായി മാറുക. അപ്പോൾ ആ തരത്തിലൊരു ഡെഫിനിഷൻ നമുക്ക് ആദ്യം തന്നത് ഡിറിച്ലെറ്റ് ആണ്. സോ ഡിറിച്ലെറ്റ് സേസ് ഫങ്ഷൻ ഈസ് എ റിലേഷൻ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു അനദർ സെറ്റ് ക്യാപിറ്റൽ ബി which maps each element of A with one and only one element of B. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് ഈച്ച് എലമെൻറ്റ് എന്നുള്ള വേർഡും അതുപോലെ വൺ ആൻഡ് ഓൺലി വൺ എന്നുള്ള വേർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു റിലേഷനിൽ ആദ്യത്തെ സെറ്റിൽ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് ഉണ്ടാവുകയും ആ ഇമാജ് യുണീക്ക് ആവുകയും ചെയ്യുമ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷനായി മാറുന്നത്. So we can denote a function from A to B as f from A to B. സാധാരണ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫങ്ഷൻ ഡിനോട്ട് ചെയ്യുക. ഹിയർ A is called the domain of f and B is called the codomain of f. ഇവിടെ റേഞ്ച് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അത് പ്യുവർലി റൈറ്റ് അല്ല. അതൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ. അപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഓരോരുത്തർക്കും ഇമാജ് യുണീക്കാണോ? അപ്പോൾ 1 ഒരു ഇമാജേ ഉള്ളൂ, 2 അതിനും ഒരു ഇമാജേ ഉള്ളൂ, 3 ഒരു ഇമാജേ ഉള്ളൂ, 4 വീണ്ടും ഒരു ഇമാജ്, 5 വീണ്ടും ഒരു ഇമാജ്. അപ്പോൾ ഡൊമൈനിലെ എല്ലാവർക്കും ഇമാജ് ഉണ്ടോ? ഉണ്ട്. ഓരോരുത്തർക്കുമുള്ള ഇമാജുകളുടെ എണ്ണം 1 ആണോ? യുണീക്കാണോ? വീണ്ടും എസ് ആണ് ഉത്തരം. അതുകൊണ്ട് ദിസ് റിലേഷൻ ഈസ് എ ഫങ്ഷൻ. ഹിയർ എ, that is set 1 2 3 4 5 is called the domain of f and
റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 1ൻ്റെ ഇമാജ് 2 ആണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ പ്രീ ഇമാജാണ് 1 എന്ന് പറയാം. അപ്പോൾ പ്രീ ഇമാജ് ഉള്ളവരുടെ കളക്ഷൻ എടുത്തെഴുതിയാൽ അത് റേഞ്ചായി മാറും. ദാറ്റ് ഈസ് 2, 4, 10 ഈസ് ദി റേഞ്ച് ആൻഡ് കോഡൊമൈൻ ഈസ് 2, 4, 12, 6, 14, 8, 10. അതാണ് റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും യുണീക്ക് ഇമാജ് ഉണ്ടാവണം. ഇമാജ് ഇല്ലാതെ ഒരാൾ നിൽക്കാനും പാടില്ല. എല്ലാവർക്കും ഇമാജുകൾ ഓരോന്നും ഇതേ പാടുള്ളൂ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഇവിടെ 1, 2, 3 എന്നുള്ള സെറ്റിൽ നിന്ന് AB എന്നുള്ള സെറ്റിലേക്കുള്ള റിലേഷനാണ് വരച്ചിട്ടുള്ളത്. അത് ഫങ്ഷൻ ആവുമോ? നമുക്കറിയാം ഡൊമൈൻ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് ഉണ്ടോ? ഉണ്ട്. 1ൻ്റെ ഇമാജ് A ആണ്, 2ൻ്റെ ഇമാജ് A ആണ്, 3യുടെ ഇമാജ് A ആണ്. എല്ലാവർക്കും ഇമാജ് യുണീക്കുമാണ്. സോ ദിസ് റിലേഷൻ ഈസ് എ ഫങ്ഷൻ. ഇവിടെ വരുമ്പോൾ 1, 2 ഡൊമൈനിൽ 1നും 2നും മാത്രമേ ഉള്ളൂ ഇമാജ്, 3ന് ഇമാജ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ, ഇറ്റ് ഈസ് ഓൺലി എ റിലേഷൻ. ഇവിടെ വരുമ്പോൾ 1നും 2നും 3ക്കും ഇമാജ് ഉണ്ട്, പക്ഷേ 3യുടെ ഇമാജ് 1ൽ കൂടുതലുണ്ട്. അതായത് 3 റിപ്പീറ്റ് ചെയ്ത് വരും. ഇവിടെ 1A, 2A, 3A, 3B എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ 3 2 തവണ റിപ്പീറ്റ് ചെയ്താൽ നേരത്തെ തന്നെ പറഞ്ഞു ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ. സോ ദിസ് ഈസ് നോട്ട് എ ഫങ്ഷൻ. വീണ്ടും കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫങ്ഷനാണ്, കാരണം ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് ഉണ്ട്. ഇത് ഫങ്ഷൻ അല്ല, കാരണം 2ന് റിപ്പീറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ വന്നാലും ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് ഉണ്ട്, അത് യുണീക്ക് ആയതുകൊണ്ട് ദിസ് ഈസ് എ ഫങ്ഷൻ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ സിൻസ് 1 ഹാസ് 2 ഇമാജ് -0 ആൻഡ് 15. അപ്പോൾ ഒരു ഫങ്ഷൻ, ഒരു റിലേഷൻ ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ ആരോ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ഓർഡേർഡ് പെയറുകളിലൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഗ്രാഫാണ് തരുന്നതെങ്കിലോ, അപ്പോൾ ഈ പരാബോളയുടെ കർവ് അത് ഫങ്ഷൻ ആവോ ഇല്ലയോ, അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും ഇമാജ് വേണം, അത് യുണീക്ക് ആവുകയും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഡൊമൈനിലെ എലമെൻറ്റുകൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്താൽ എക്സ് ആക്സിസിലാണ് ഇരിക്കുക. അപ്പോൾ അവിടെയുള്ള ഓരോരുത്തരെയും തിരിച്ചറിയാൻ അല്ലെങ്കിൽ ആ ഓരോരുത്തർക്കും പ്രതിനിധിയായി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ആ വെർട്ടിക്കൽ ലൈൻ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിനെ ഏതെങ്കിലും ഒരു യുണീക്ക് പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് റിലേഷൻ വിൽ ബി എ ഫങ്ഷൻ. ദാറ്റ് ഗ്രാഫ് റെപ്രസെൻറ്റ് എ ഫങ്ഷൻ. സോ അതാണ് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. എക്സ് ആക്സിസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് നിങ്ങൾക്ക് എക്സ് ആക്സിൽ എവിടെ വെച്ച് വേണോ വരയ്ക്കാം. കാരണം എക്സ് ആക്സിസ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ എങ്കിൽ, ഇവിടെ ഓൾ റിയൽ നമ്പേഴ്സ് ഡൊമൈനിലില്ല, ഇവിടെ മുതൽ ഇവിടം വരെയേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഉള്ള പോയിന്റുകളിൽ എവിടെ വെച്ച് വേണോ നിങ്ങൾക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ആ വെർട്ടിക്കൽ ലൈൻ നമ്മുടെ ഗ്രാഫിനെ ടച്ച് ചെയ്യാതെയും ഇരിക്കരുത്, ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ടച്ച് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ഗ്രാഫുകളൊക്കെ ഫങ്ഷനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതെല്ലാം സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകും. സോ ഇതൊക്കെ ഫങ്ഷനാണ്. പക്ഷേ ഇത് വരുമ്പോൾ ഇവിടെ ഫങ്ഷൻ അല്ല, കാരണം ഈ വെർട്ടിക്കൽ ലൈൻ ഇതിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. അതിൻ്റെ മീനിങ് ഇവിടെയുള്ള എക്സ് വാല്യൂസ് എടുത്താൽ, ഡൊമൈനിലെ എക്സുകൾ എടുത്താൽ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 വൈ ഇമാജായി വരുന്നുണ്ട് എന്നാണ്. അതുപോലെ ഇതും ഫങ്ഷനല്ല. അപ്പോൾ ഫങ്ഷനാണോ അല്ലയോ എന്ന് നോക്കാൻ നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിന് വിധേയമാക്കിയാൽ നമുക്ക് ഫങ്ഷനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. Then we can see the different types of functions.
1 ഫംഗ്ഷൻ, അതിൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, മിനി 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ്റെ മറ്റൊരു പേര് സർജക്റ്റീവ് ഫംഗ്ഷൻ, ദെൻ ഇൻറ്റു ഫംഗ്ഷൻ. ദെൻ ബൈജക്റ്റീവ് ഫംഗ്ഷനും ഉണ്ട്, ദാറ്റ് ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. 1 ഫംഗ്ഷൻ്റെ പ്രത്യേകത ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റുകളുടെ ഇമാജും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. 1 അല്ലാത്ത ഫംഗ്ഷൻസിന് വിളിക്കുന്ന പേരാണ് മിനി 1. അതുപോലെ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമാജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓൺ ടു. അങ്ങനെ അല്ല, പ്രീ ഇമാജ് ഇല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ ഇൻറ്റു ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വേർഡ്സ് ഒക്കെ എപ്പോഴും കേൾക്കും, 1 ഓൺ ടു, ഇൻറ്റു, മിനി 1 എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തറവാക്കി വയ്ക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ അത് മറക്കാതിരിക്കാൻ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് തരം ഫംഗ്ഷനാണിത്? 1 ആണോ, ഓൺ ടു ആണോ, മിനി 1 ആണോ നോക്കാം. ഇവിടെ 1 ഫംഗ്ഷൻ്റെ പ്രത്യേകത ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമാജ് ഉണ്ടാവണം. അപ്പോൾ 1ൻ്റെ ഇമാജായി എ വന്നിട്ടുണ്ടെങ്കിൽ എയെ ഇമാജ് ആക്കിക്കൊണ്ട് മറ്റൊരാളും ഇവിടെ ഉണ്ടാവരുത്, അതാണ് അർത്ഥം. സോ ഇവിടെ 1ൻ്റെ ഇമാജ് എ, 2 ബി, 3 ഡി, 4 സി ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റുകളാണിവ. അവരുടെ ഇമാജസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് 1. ഇനി ഓൺ ടു ആവുമോ? ഓൺ ടു ആവണമെങ്കിൽ കോഡൊമൈൻ എടുക്കുക, അതിലെല്ലാവർക്കും പ്രീ ഇമാജ് വന്നോ? ഇവിടെ എഫ് എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമാജ്